നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ചരൽക്കുന്നിലെ ചതിക്കുഴി. കോൺഗ്രസിന്റെ അനുനയ തന്ത്രങ്ങളിൽ വീഴാതെ KM മാണി. UDF ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ കേരള കോൺഗ്രസിൽ ധാരണ. മുന്നണിയെ വിഷമവൃത്തത്തിലാക്കുന്ന തീരുമാനം മാണിയും പാർട്ടി നേതാക്കളുമായി ഇന്നലെ നടന്ന മാരത്തൺ ചർച്ചകളിൽ. മുന്നണി വിടുന്ന കാര്യത്തിൽ ഏറ്റവും അധികം എതിർപ്പ് പ്രകടിപ്പിച്ചത് പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ്. എന്നാൽ ചരൽക്കുന്നിൽ നടക്കാനിരിക്കുന്ന ക്യാമ്പിൽ ഭൂരിപക്ഷ അഭിപ്രായത്തെ പിന്തുണയ്ക്കുമെന്ന് ചർച്ചകൾക്ക് ശേഷം ജോസഫിന്റെ പ്രഖ്യാപനം. എല്ലാം ഓഗസ്റ്റ് 7-ന് അറിയാമെന്ന് മാണി. കേരള കോൺഗ്രസ് നിലപാട് ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും അവസാന നിമിഷം വരെ തുടർന്ന അനുരഞ്ജന ശ്രമങ്ങൾ വിഫലമാക്കിക്കൊണ്ട്. അതേസമയം മുന്നണി വിടുന്നത് പോലുള്ള കടുത്ത നീക്കങ്ങൾ ചരൽക്കുന്നിൽ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ്. തൽക്കാലം ഗീതോപദേശം. ഗീതാദോഷം തൊടാതെ CPM പൊളിറ്റ് ബ്യൂറോ. പിണറായിയുടെ സാമ്പത്തിക ഉപദേശവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തൽക്കാലം പാർട്ടി ഇടപെടില്ല. വിവാദങ്ങളുടെ പേരിൽ ഗീതാ ഗോപിനാഥിനെ നീക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ കെടുത്തുമെന്ന് വിലയിരുത്തൽ. എന്നാൽ വലതുപക്ഷ സാമ്പത്തിക വിദഗ്ധയെ നിയോഗിച്ച് അനാവശ്യ വിവാദം ക്ഷണിച്ചു വരുത്തിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കേന്ദ്ര നേതൃത്വം. ഗീതയെ എതിർത്ത് VS നൽകിയ കത്തും ഇടതു സാമ്പത്തിക വിദഗ്ധരുടെ ആശങ്കകളും PB ചർച്ച ചെയ്തു. അതേസമയം VSുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കുന്ന PB കമ്മീഷൻ നടപടികൾ ഉടൻ പൂർത്തിയാക്കാൻ ധാരണ. കമ്മീഷൻ റിപ്പോർട്ട് വൈകുന്നത് അനാവശ്യ അപവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് വിലയിരുത്തൽ. VS അധ്യക്ഷനാകുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരണം മാത്രം ഇപ്പോഴും അകലെ. ദുരിതം പെയ്യുന്ന മരുഭൂമിയിൽ. സൗദിയിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവരെ മടക്കിയെത്തിക്കാൻ അടിയന്തര നടപടി. കമ്പനികൾ പൂട്ടിയത് മൂലം ശമ്പളം ലഭിക്കാതെ കഷ്ടത്തിലായ മലയാളികൾ ഉൾപ്പെടെ 10,000-ഓളം ഇന്ത്യക്കാരെ പ്രത്യേക വിമാനങ്ങളിൽ നാട്ടിലെത്തിക്കുമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. പ്രാഥമിക നടപടികൾക്കായി സഹമന്ത്രി VK സിംഗ് സൗദിക്ക്. ഇന്ത്യൻ തൊഴിലാളികൾക്ക് വിനയായത് സൗദി അറേബ്യയിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ നിർമ്മാണ സ്ഥാപനം ഉൾപ്പെടെ സൗദിയിൽ 100 കണക്കിന് കമ്പനികൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. തൊഴിലാളികൾക്ക് മാസങ്ങളോളം ശമ്പള കുടിശ്ശിക. ലേബർ ക്യാമ്പുകളിൽ പട്ടിണിയിലായവർക്ക് ഭക്ഷണം എത്തിക്കാൻ റിയാദിലെയും ജിദ്ദയിലെയും നയതന്ത്ര കാര്യാലയങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. VK സിംഗിന് പിന്നാലെ മറ്റൊരു സഹമന്ത്രിയായ MJ അക്ബറും സൗദിയിലെത്തും. അതേസമയം ശമ്പള ബാക്കി കിട്ടാതെ നാട്ടിലെത്തിയാലുള്ള ദുരിതമോർത്ത് ആയിരക്കണക്കിന് പേർ. പെട്രോൾ കിട്ടും, ഉപദേശവും. സംസ്ഥാനത്ത് തലസ്ഥാനം ഉൾപ്പെടെ 3 നഗരങ്ങളിൽ പെട്രോളിന് ഹെൽമറ്റ് പദ്ധതിക്ക് തുടക്കം. തിരുവനന്തപുരത്തിന് പുറമെ കൊച്ചി, കോഴിക്കോട് നഗരസഭാ മേഖലകളിലും ഇരുചക്ര വാഹനക്കാർക്ക് പമ്പുകളിൽ നിന്ന് പെട്രോൾ ലഭിക്കണമെങ്കിൽ ഹെൽമറ്റ് നിർബന്ധം. 1 മാസത്തേക്ക് പിഴയില്ല, ഉപദേശം മാത്രം. അതേസമയം 2 ആഴ്ചക്കിടെ ഇന്ധനവില വീണ്ടും കുറച്ച് എണ്ണ കമ്പനികളുടെ സമാശ്വാസ നടപടി. ഇന്നലെ അർദ്ധരാത്രി മുതൽ പെട്രോൾ ലിറ്ററിന് ₹1.42 ഡീസലിന് ₹2 കുറച്ചു. ജൂലൈ 15-നും ഇന്ധനവിലയിൽ കുറവ് വരുത്തിയിരുന്നു. മെട്രോയിൽ പ്രതീക്ഷയോടെ. കൊച്ചി മെട്രോ നിർമ്മാണത്തിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കെ പുരോഗതി വിലയിരുത്തി തലസ്ഥാനത്ത് അവലോകന യോഗം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മെട്രോയുടെ ആദ്യഘട്ട പുരോഗതിയും നിർമ്മാണം ഊർജിതമാക്കാനുള്ള മാർഗങ്ങളും ചർച്ചയാകും. പിണറായിക്ക് പുറമെ E ശ്രീധരൻ, റവന്യൂ, പൊതുമരാമത്ത് മന്ത്രിമാരും പങ്കെടുക്കും. മെട്രോ പുരോഗതി വിലയിരുത്തുന്ന യോഗത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികളും ചർച്ചയ്ക്ക്. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ വേണ്ട മേൽപ്പാലങ്ങളുടെ ഭരണാനുമതി സംബന്ധിച്ചും ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ചും ചർച്ച. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.